വടകര രാഷ്ട്രീയ അംഗത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന വൈകാരികതയുള്ള വടകരയെ ഏത് വിധേനയും തിരികെ പിടിക്കുക എന്ന ദൗത്യമാണ് കെ ശൈലജയ്ക്കുള്ളത്. CPM ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വടകരയിലെത്തിയ ശൈലജയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. വൈകിട്ട് 5:40 വടകര റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശൈലജ ടീച്ചറെ അഭിവാദ്യമർപ്പിച്ച് ആനയിക്കാൻ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരാണ് എത്തിയത്. തുറന്ന വാഹനത്തിൽ വടകര നഗരത്തിലേക്ക്. സംഘപരിവാർ ഭരണത്തിനെതിരെ പാർലമെന്റിൽ പോരാടുന്നതിൽ UDF എംപിമാർ പരാജയമാണെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് സാധകമാകുന്ന സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, വടകര പാർലമെന്റ് മണ്ഡലത്തിൽ LDFന്റെ അതിശക്തമായിട്ടുള്ള വിജയം. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ്. ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടിയാണ്. അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. വിശ്രമമില്ലാതെ ഞങ്ങൾ പ്രവർത്തിക്കും. TP ചന്ദ്രശേഖരൻ വധം തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ശൈലജ ടീച്ചർ കൂട്ടിച്ചേർത്തു. അത് കേസാണ്, അത് കോടതിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഏത് കോടതി വിധിച്ചാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാറാണ് പതിവ്. അപ്പോൾ കോടതിയിൽ നിൽക്കുന്ന ഒരു പ്രശ്നം തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാക്കേണ്ടുന്ന ഒരു കാര്യമല്ല. 2019 80,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരൻ വടകരയിൽ നിന്നും വിജയിച്ചത്. ഇത്തവണയും വടകരയിൽ മുരളീധരൻ തന്നെ എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി കടത്തനാടൻ മണ്ണ് കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഭൂമികയായി മാറും. 1.5 പതിറ്റാണ്ട് മുമ്പ് CPMൽ നിന്നും പിടിച്ചെടുത്ത മണ്ഡലം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് അംഗത്തിനിറങ്ങുന്നത്. കോൺഗ്രസ് പിടിച്ചെടുത്ത മണ്ഡലത്തെ തിരിച്ചു പിടിക്കുക എന്ന ദൗത്യമാണ് കെ ശൈലജയ്ക്കുള്ളത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ബെൻസൺ ബാബു മങ്ങാട്, മീഡിയ 1, കോഴിക്കോട്.